നമുക്കിന്ന് അവൽ വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ. പാൻ ചൂടായതിലേക്ക് നമ്മളിവിടെ 1.5 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നന്നായി ഒന്ന് വറുത്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവൽ ഇത്രയും മതിയാകും. നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന പരുവമാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 100 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കര പാനിയാക്കിയത് ഒരു 4 ഗ്ലാസ് വെള്ളത്തിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതും കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കൈയെടുക്കാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മൊത്തം 3 ടീസ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം തയ്യാറാക്കി വെക്കണം. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ നെയ്യ് തടവിയെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നെയ്യ് തടവിയ സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇത്രയും മതിയാകും. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ പലഹാരം ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്